അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. അപ്പോൾ ഇതിന്റെ പിക്ചർ ക്വാളിറ്റി ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നോക്കിയ ലൈറ്റ് എല്ലാം ഓൺ ആണ്, എന്നിട്ടാണ് ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റി എന്നുള്ള നല്ല കിടിലൻ പിക്ചർ ക്വാളിറ്റിയാണ്. അപ്പൊ ഈ ഒരു പ്രൊജക്ടറിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോ ടെക്കിലേക്ക് സ്വാഗതം. അപ്പൊ കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ക്ഷീണമൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒരു അടിപൊളി പ്രൊജക്ടർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ലോ ബഡ്ജറ്റ് കാറ്റഗറി, അതായത് എന്താ പറയുക, ഒരു ബ്രാൻഡഡ് പ്രൊജക്ടർ ഒക്കെ നമുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂവി പ്രൊജക്ടറാണ് ഒരു 40,000 മേലോട്ടൊക്കെ നമുക്ക് വില, 40-50 അങ്ങനെ മേലോട്ടായിരിക്കും വില വരുന്നത്. അപ്പൊ അതിനൊക്കെ അപേക്ഷിച്ചിട്ട് ഒരു പാതി വിലയ്ക്ക് നമുക്ക് നല്ല ഫുൾ HD ഡിസ്പ്ലേ ഒക്കെ ആയിട്ടുള്ള LED പ്രൊജക്ടേഴ്സ് കിട്ടാനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രൊജക്ടറിന്റെ വിശേഷങ്ങളാണ്. അത്യാവശ്യം നല്ല ലൂമൻസ് ലെവലുള്ള ഫുൾ HD ആയിട്ടുള്ള ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന ഒരു അടിപൊളി പ്രൊജക്ടറാണ്. അപ്പൊ ആ പ്രൊജക്ടർ ഏതാണെന്നല്ലേ, ടോൺസോ LS855 എന്ന പ്രൊജക്ടറാണ്. അതായത് ടോൺസോ എന്ന കമ്പനിയുടെ LS855 എന്ന മോഡൽ നമ്പറിലുള്ള ഒരു നല്ല അടിപൊളി പ്രൊജക്ടറാണ്. അപ്പോൾ അതിന് ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങൾ, അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ആ പ്രൊജക്ടർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, അതിന്റെ കൂട്ടത്തിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ വന്നിരിക്കുന്ന പാർസൽ ബോക്സ്. അപ്പൊ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് നമ്മുടെ 4K ടെക്നോളജീസിൽ നിന്ന് വന്ന പാർസലാണ്. അപ്പൊ നമുക്ക് അവർ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൊരു ബിഗ് താങ്ക്സ് ഉണ്ട് 4K ടെക്നോളജീസിന്. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ ടോൺസോ LS855 എന്ന മോഡല്. അപ്പോൾ ഇത് അത്യാവശ്യം കാണാൻ നല്ല ഒരു ഫിനിഷിംഗ് ഒക്കെ ഉള്ള മോഡലാണ് കേട്ടോ. ഒരു മാറ്റ് ഫിനിഷ് ആയിട്ടാണ് അതിൻ്റെ ടോപ്പിൽ വരുന്നത്. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇത് കാണുമ്പോൾ സാറ്റ്കോ എന്ന കമ്പനിയുടെ SX എന്ന മോഡലിന് സമാനമായിട്ടാണ് തോന്നുന്നത്. അവർ ആ പേരിലാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതിന്റെ റിമോട്ടും കണക്ഷൻ വയർസും എല്ലാം ഈ ബോക്സിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 3D ഗ്ലാസ് കാണുന്നുണ്ട്. ഇതൊരു അനഗ്ലിഫ് 3D എന്ന് പറയും, റെഡ് സിയാൻ 3D ഗ്ലാസ് ആണത്. ഇത് യൂട്യൂബിലൊക്കെ ഉള്ള 3D ഫിലിംസ് നമുക്ക് ഇതുവഴി കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു റിമോട്ട്, പിന്നെ അത് ഒരു HDMI കേബിൾ വന്നിട്ടുണ്ട് ഇതിനകത്ത്. HDMI കേബിൾ നമുക്കിത് ഏതെങ്കിലും HDMI ഇത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു പവർ കോഡ്, ഇതിൽ പവർ സപ്ലൈ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തത് AV ആണ് കേട്ടോ, AV കോഡ്. നമുക്കിതിലേക്ക് AV ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഡാണ്. ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് വീഡിയോ ഒരു ഇതും കൂടി ഉണ്ട്, 2 ഉണ്ട്. 2 3D ഗ്ലാസ് ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ സാധനങ്ങളാണ് ഇതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇതിനകത്ത് വരുന്ന കണക്ഷൻസും മറ്റുള്ള കാര്യങ്ങളും സ്വിച്ചുകളൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ കാണുന്നത് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് അപ്പ് ഡൗൺ, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് സെലക്ഷൻ ബട്ടൺസ് ആണ്. ഇതൊരു ക്ലീൻ ആയിട്ടുള്ളൊരു ടച്ച് ടൈപ്പ് ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്മൂത്ത് ആയിട്ടുണ്ട്. നമുക്കത് പ്രസ് ചെയ്ത് അറിയാൻ പറ്റുന്നില്ല, പക്ഷെ നമ്മൾ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഇതൊരു ടച്ച് സെൻസിറ്റീവ് പോലത്തെയുള്ള ഒരു ബട്ടൺസ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഓക്കെ ബട്ടണും, ഇത് ബാക്ക് പേജ്, അതായത് നമ്മൾ ബാക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് പേജിലേക്ക് പോകുന്നുള്ള ബട്ടണുമാണ് ഇത്. ഓക്കെ, അപ്പൊ ഇത്രയും ബട്ടൺസ് ആണ് ഇവിടെ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലെൻസ് ആണ്, അതിന്റെ കവറാണ് ഇത്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അടച്ചു വെക്കാം. ഈ ലെൻസിന്റെ ഈ മേൽഭാഗത്തായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫുൾ HD 1080p എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള LED പ്രൊജക്ടർ ഒന്നും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇതിന്റെ മറ്റുള്ള ഭാഗങ്ങളെല്ലാം ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിന്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറെ ഐറ്റംസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം, അതിന്റെ കണക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ കാണുന്നത് കീ സ്റ്റോൺ ആണ്. നമുക്ക് കീ സ്റ്റോൺ, അതുപോലെ തന്നെ പവർ ബട്ടണും ബാക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പവർ ഓൺ ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ കീ സ്റ്റോൺ ഇവിടെ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ ലെൻസിന്റെ ഒപ്പമാണ് മറ്റുള്ള പ്രൊജക്ടുകൾ കാണാറ്. ലെൻസിന്റെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് അടുത്ത് തന്നെയായിരിക്കും കാണാറ്, പക്ഷെ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ലെൻസ് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ കാണുന്നില്ല, പക്ഷെ അതിന്റെ കാര്യം എന്താ ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കീ സ്റ്റോൺ അഡ്ജസ്റ്റ്മെന്റ് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പവർ ബട്ടണും ഉണ്ട്. ഇനി നമുക്ക് അടുത്തായി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹെഡ്സെറ്റിന്റെ ഒരു പിന്ന് കാണുന്നുണ്ട്. അത് നമുക്ക് ഓഡിയോ ഓക്സ് ഔട്ട് ആണ്. ഓഡിയോ ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്.
അടുത്തത് കാണുന്നത് AV ആണ്. AV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമുക്ക് AV ഇൻപുട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊപ്പം അത് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കേബിൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേബിൾ നമ്മളിവിടെ AV ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിൽ നിന്നുള്ള AV, അതായത് ലെഫ്റ്റ് റൈറ്റ് വീഡിയോ അങ്ങനെ ഉള്ള ഇൻപുട്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു AV പിന്നെ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് USB പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. USB 1 and 2 ആയിട്ട് 2 USB ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ HDMI 1 ഉം 2 ഉം കൊടുത്തിട്ടുണ്ട്. HDMI 1 and 2 എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് 2 ഇൻപുട്ട് HDMI ഇൻപുട്ട് ഇതിലേക്ക് കൊടുക്കുന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഏതെങ്കിലും 2 ഡിവൈസിന്റെ HDMI ഇതിൽ കൊടുക്കാം. ഇപ്പം ഇത് അതിന്റെ പവർ കണക്ട് ചെയ്യുന്നുള്ള സോക്കറ്റാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കേബിൾ ഇതിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അത് കണക്ട് ചെയ്ത് കൊടുക്കുക, പവർ കോഡ്. ഇത് നമുക്ക് നമ്മുടെ പ്ലഗിലേക്ക് കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് പവർ ഓൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളൊരു സോക്കറ്റാണ് ഇവിടെ ഉള്ളത്. പിന്നെ അടുത്തത് ഈ ഭാഗത്തായിട്ട് റൗണ്ടിൽ കാണുന്നത് അതിന്റെ സെൻസറാണ്, അതിന്റെ റിമോട്ടിന്റെ സെൻസറുകളാണ്. അപ്പോൾ ഇത്രയാണ് ഇവിടെ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഇതിന്റെ സൈഡിൽ പ്രത്യേകിച്ച് സ്വിച്ചുകളൊന്നും കാണുന്നില്ല. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ റെഗുലർലി ക്ലീൻ അപ്പ് പ്രസ് പോപ്പ് അപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഫിൽറ്റർ ആണ് കേട്ടോ ഇതിന്റെ. നമുക്ക് ഇതിനൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. പ്രസ് ചെയ്തത് ലോക്ക് ഔട്ടായി, പ്രസ് ചെയ്ത ഇത് ഇങ്ങനെ ലോക്ക് ഔട്ടായിട്ട് വരുന്നുണ്ട്. ഔട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമ്മൾ മെമ്മറി കാർഡൊക്കെ ഒന്ന് പുഷ് ചെയ്ത ഔട്ടായി പുറത്തേക്ക് വരുന്ന പോലെ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫിൽറ്ററാണ്, നല്ലൊരു ഫിൽറ്ററാണ് കേട്ടോ. നമ്മൾ മറ്റുള്ളതിനെ വെച്ചിട്ട് കുറച്ചുകൂടി ബെറ്റർ ഫീൽ ഉണ്ട്. AUവിനെ ഒക്കെ വെച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫിൽറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ AUവിൽ നമുക്ക് ഫിൽറ്റർ എടുക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് AK6S-ലൊക്കെ. പക്ഷെ ഇതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഈസിലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാൻ ഈസിയാണ്. ഇതാ പ്രസ് ചെയ്തിട്ട് നമ്മുടെ മെമ്മറി കടക്കുന്ന പുഷ് ചെയ്യുന്ന മാതിരി തന്നെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഫിൽറ്റർ പ്ലഗ് ചെയ്യാനും അതുപോലെ തന്നെ ഔട്ട് എടുക്കാനും ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു പുഷ് ബട്ടൺ മാരത്തെ ഒരു ബട്ടൺ കാണുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം, നമുക്കൊന്ന് പുഷ് ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട്. ഇത് ശരിക്കും ടേബിൾ വെക്കുകയാണെങ്കിൽ അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അമർത്തി പിടിച്ചിട്ട് അകത്തേക്ക് തള്ളി ആവശ്യാനുസരണം എത്ര വേണം വെച്ച് ഞാൻ അവിടെ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊജക്ടറിന്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇതിന്റെ മോഡൽ നമ്പർ TONZO LS855 ആണ്. ഫുൾ HD ആൻഡ്രോയിഡ് 9.0 വെർഷനിലാണ് വർക്ക് ചെയ്യുന്നത്. 4K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ HDMI ത്രൂ 4K വരെ ഇതെടുക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയുടെ നേറ്റീവ് റെസൊല്യൂഷൻ 1920x1080p ആണ്. അതായത് ഫുൾ HD റെസൊല്യൂഷനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 8500 ലൂമൻസ് ആണ് വരുന്നത്. അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊജക്ടറുകളിൽ തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ലൂമൻസ് ലെവലാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 10,000:1 ആണ്. പിന്നെ ഈ പ്രൊജക്ടറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെൻസാണ്. ഇതിൻ്റെ ലെൻസ് ശരിക്കും പറഞ്ഞാൽ മോട്ടോർ ഉപയോഗിച്ചിട്ട് ആണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മാനുവലായിട്ടല്ല, റിമോട്ടിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോക്കസ് അങ്ങ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ പറ്റും. അത് ഇതിൻ്റെ അടിപൊളി പ്രത്യേകതയാണ്. ഓക്കെ, ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ 16:9 ആണ്. അത് വേണമെങ്കിൽ 4:3 റേഷ്യോയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് LED ലാമ്പാണ്. അതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 50,000 hours ആണ്. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ സൈസ് നോക്കുകയാണെങ്കിൽ 50 മുതൽ 300 ഇഞ്ച് വരയ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വലുതാക്കാൻ പറ്റും. പക്ഷേ നോർമലി നമ്മുടെ വീടുകളിൽ ഒരു 100-150 ഇഞ്ചൊക്കെ മതിയാവും. കാരണം 200 ഇഞ്ച് എന്ന് വെച്ചാൽ തന്നെ 14 അടിയോളം വീതി വരും. അപ്പോൾ അത്രയും വലിയ സ്ക്രീൻ ആണെങ്കിൽ അത് അത്രയും വലിയൊരു ഹാളായിരിക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കളർ ടെമ്പറേച്ചർ എന്ന് പറയാനായിട്ട് 262K ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കീ സ്റ്റോൺ മാനുവലായിട്ട് നമുക്ക് അതിൻ്റെ പുറകിലുള്ള ഒരു നോബ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ 4D കീ സ്റ്റോൺ കറക്ഷൻ ഉണ്ട്. അത് നമുക്ക് റിമോട്ടിൽ അതിനകത്ത് ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൻ്റെ പവർ സപ്ലൈ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 വോൾട്ട് മുതൽ 240 വോൾട്ട് വരയ്ക്കും നമുക്കിത് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലോ വോൾട്ടേജുള്ള ഏരിയയിലും നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് നോക്കുകയാണെങ്കിൽ രണ്ട് USB ഉണ്ട്, 2 HDMI ഉണ്ട്, ഒരു AV ഉണ്ട്, പിന്നെ IR ഇത് റിമോട്ടിൻ്റെ ഇൻഫ്രാറെഡ് ആണ്. പിന്നെ ഇത് കൂടാതെ ബ്ലൂടൂത്ത്, വൈഫൈ പോലെയുള്ള കണക്ടിവിറ്റിയും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ കണക്ടിവിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 3.5mm സ്റ്റീരിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓക്സ് കേബിൾ വഴി നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. കൂടാതെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഇതിനകത്ത് ഉണ്ട്. നമുക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഹോം തിയേറ്ററിലേക്കോ അതുപോലെ തന്നെ ഏതെങ്കിലും ആംപ്ലിഫയറിലേക്കോ ഒക്കെ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രൊജക്ഷൻ സൈസ്, അതായത് 50 ഇഞ്ച് മുതൽ 300 ഇഞ്ച് വരെ സ്ക്രീൻ സൈസ് കിട്ടണമെങ്കിൽ എത്ര മീറ്ററോളം പുറകിലേക്ക് വെക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. 1.5 മുതൽ 6.5 മീറ്റർ വരേക്ക് നമുക്കിതിൻ്റെ ഇത് പുറകിലോട്ട് വെക്കേണ്ടി വരും. ഓക്കെ, ഇത് അത്യാവശ്യം വലിയൊരു പ്രൊജക്ടറാണ്. ഒരു 3.25 കിലോളം വെയിറ്റ് വരുന്നുണ്ട്.
പിന്നെ ഇത് ആൻഡ്രോയിഡ് 9.0 വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഏത് ആപ്ലിക്കേഷൻസ്, ഏത് പ്ലെയറുകളോ, MX പ്ലെയറോ അതുപോലെ തന്നെ കോഡി പ്ലെയർ പോലെയുള്ള എല്ലാ പ്ലെയറും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. നമുക്കതിൽ വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കൂടാതെ ഇത് ഫുൾ HD ഡിസ്പ്ലേയും 4K സപ്പോർട്ടഡ് ആണെന്ന് പറയുന്നുണ്ട്. 4K സപ്പോർട്ടഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എക്സ്റ്റേണലി ഒരു പ്ലെയറിൽ, അതായത് സെഡോ ബോക്സിലോ MI ബോക്സിലോ അല്ലെങ്കിൽ ഫയർ TV സ്റ്റിക്ക് വഴിയോ 4K ഫയൽ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമം ക്വാളിറ്റിയിൽ സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടോൺസോ LS855 എന്ന മോഡൽ പ്രൊജക്ടറിൻ്റെ സ്പെസിഫിക്കേഷൻസ്. നമ്മൾ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നതുകൊണ്ട് തന്നെ വീഡിയോ വളരെ ലെങ്തിയായി വരുന്നുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും ഇതിൻ്റെ ഫങ്ഷൻസും മറ്റും ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ടെസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളായിട്ട് വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ.